നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 11 ഫെബ്രുവരി. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന മോർണിംഗ് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ മണി 12:30 അടുക്കുന്നു, 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്ന ട്രേഡാണ്, നിഫ്റ്റിയുടെ രാവിലെ വന്ന ട്രേഡാണ്. അതിൻ്റെ ഓപ്ഷൻ്റെ പെർഫോമൻസ് കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് ഒരു ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൽ രാവിലെ നമുക്ക് ഫസ്റ്റ് നിഫ്റ്റി കാണിച്ചാൽ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി രാവിലെ നോക്കുമ്പോൾ ഒരു 9:25 അറൗണ്ട് നമുക്കൊരു സെൽ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ കാണിക്കുന്നത് 23,243. നമുക്ക് ഈ വൈറ്റ് കളറിലെ ലൈനാണ് ഡേ സെപ്പറേഷൻ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ വന്ന സെൽ എന്ന് പറയുമ്പോൾ 23,311 റേഞ്ചിലാണ് സെല്ല് വന്നത്. അപ്പോൾ നമുക്ക് സെല്ലെന്ന് പറയുമ്പോൾ പുട്ട് മാത്രം നോക്കിയാൽ മതി നമ്മൾ. അപ്പോൾ ഈ ഒരു ലെവൽ 23,311 നിഫ്റ്റി സെല്ലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയത് ഈ ഓപ്ഷൻ്റെ ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ടും കൂടെ, അതായത് ഇപ്പോൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെപ്പറേറ്റ് ചാർട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ കൂടെ കൺഫർമേഷൻ വന്നോ നോക്കുക. കാരണം നമുക്ക് നേരത്തെ ചാർട്ട് ഇങ്ങനെ താഴെ ആഡ് ചെയ്തിട്ടേച്ചാൽ മതി. ഇന്നിപ്പോൾ മാർക്കറ്റ് ഏത് റേറ്റിലാണ് ക്ലോസ് ചെയ്ത് ആ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്കുകളൊക്കെ നേരത്തെ ആഡ് ചെയ്തിടാം. അപ്പോൾ ഇവിടെ നോക്കി 23,600 ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊരു ഇന്തമണിയായിട്ട് വരും. അപ്പോൾ നമുക്ക് അവിടെ നോക്കി ഇവിടെ നമുക്ക് ഈ ഒരു ചാർട്ടിലാണല്ല കൺഫർമേഷൻ ഉണ്ടെന്ന് നോക്കേണ്ടത്. അതായത് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ചാർട്ടിൽ ബൈസിക്കിൾ ഉണ്ടെന്ന് നോക്കാം. ഇനി ഇവിടെ കൺഫർമേഷൻ ഉണ്ടെന്ന് നോക്കാം. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ആരോ വന്നതിന് ശേഷം തൊട്ട് താഴത്തെ ബാറ് ഗ്രീൻ കളറിലും ആയിരിക്കണം. അതുപോലെ പ്രൈസിയുടെ ബൈ സോൺ ആണെങ്കിൽ ആ സിഗ്നൽ കൺഫേം എന്ന് നടത്താൻ ഡയറക്റ്റ് നമുക്ക് ബൈ ചെയ്യാം. ബൈ ഒക്കെ ചെയ്യേണ്ടത് ട്രേഡ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമ്മൾ ബൈസിക്കിൾ വന്നിരിക്കുന്ന 300 റേഞ്ചിലാണ് ബൈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 330, 354, 378 ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി മാറേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ്റെ തന്നെ സെപ്പറേറ്റ് ചാർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ടെംപ്ലേറ്റിൽ 8.1 ഓപ്ഷൻസ് നേരിടുണ്ട്. ഓപ്ഷൻ്റെ തന്നെ സെപ്പറേറ്റ് ടെംപ്ലേറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റ് എന്താണ് അതിനെ ബേസ് ചെയ്ത സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു 80 to 90% കൺഫേം നമുക്ക് ആക്രോസ് ചെയ്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വയം ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനാണ് നമ്മളൊരു ഫ്രീ ട്രയൽ തരുന്നത്. 1 day ഫ്രീ ട്രയൽ ഉണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ആക്കി തരും. നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന ഫുൾ നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇന്നത്തെ ഞാൻ കാണിച്ചത് ഇന്ന് 11-ാം തീയതിയാണ്. നമുക്ക് രാവിലെ വന്ന ട്രേഡ് 2 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ ടാർഗറ്റ് 354. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും ഒരു സപ്പോർട്ട് നിൽക്കുകയാണ്. സപ്പോർട്ട് ബ്രേക്ക് ആണെങ്കിൽ ഇനിയും മാർക്കറ്റ് ഇറങ്ങും. അപ്പോൾ പുട്ട് തന്നെ കയറത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.